ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു ഐ മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടോ അങ്ങനെ വല്ലതും ഒരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കിലോ അങ്ങനെ വല്ലതും യൂസ് ചെയ്യാവുന്ന നല്ലൊരു ഐ മേക്കപ്പ് ലുക്കാണ്. കുറച്ച് ലൗഡാണ്, സിമ്പിൾ അല്ല. നമുക്ക് എവറി ഡേ വെയർ ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് ലുക്കാണെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മളിങ്ങനെയൊന്നും ചെയ്തിട്ട് ദിവസമൊന്നും വെളിയിൽ പോകാറില്ല. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി മേക്കപ്പ് ലുക്കായിട്ട് ഞാൻ ചെയ്തൊരു ലുക്കാണ്. ഞാൻ എൻ്റെ ബേസ് മേക്കപ്പ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ചും കൂടി ഒരു നല്ല പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 സെല്ലോ ടേപ്പ് സ്ട്രിപ്പ് എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കൈയുടെ പുറകിൽ വെച്ചിട്ട് അതിൻ്റെ പശ നന്നായിട്ട് ഫുള്ള് കളയണം, അല്ലെങ്കിൽ നമുക്ക് സ്കിൻ വേദന എടുക്കും. അതിനുശേഷം ഞാനിവിടെ കണ്ണിൻ്റെ കോണിൽ നിന്ന് ഐബ്രോസ് വരെയായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അത് ലാസ്റ്റ് ആ ഷേപ്പ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാവുമ്പോൾ ഇത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് വേറെ എങ്ങോട്ടും പടരാതെ നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് നമുക്ക് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് 2 കണ്ണിലും ഞാൻ ഒരേപോലെ ഒന്ന് നേരെയാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, 2 കണ്ണിലും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഐ മേക്കപ്പ് ലുക്ക് തുടങ്ങാം. ഈ ലുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം സാരിയുടെ കൂടെ ചെയ്ത മേക്കപ്പ് ലുക്കിൽ വരുന്ന ലുക്കാണ്. അത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. അത് ഞാൻ ഒരു നോർമൽ സാരി കൊണ്ടിട്ട് ഒരു ലെഹങ്ക സ്റ്റൈലിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ലുക്കാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതാ 2 കണ്ണിലും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് സെല്ലോ ടേപ്പ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐ ഷാഡോ പാലറ്റ് എടുക്കാം. ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ള കുറച്ച് ഷെയ്ഡ്സ് ഉള്ള ഒരു നല്ലൊരു പാലറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് എടുക്കുക. ഞാനിവിടെ ഒരു നോർമൽ കുറച്ച് നല്ല ഷെയ്ഡ്സ് ഉള്ള ഒരു പാലറ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സിൻ്റെ കോമ്പിനേഷൻ എടുക്കാം. ഒരെണ്ണം നമുക്ക് ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ലുക്കിൻ്റെയും കൂടെ പോകുന്ന നല്ലൊരു ഗ്ലിറ്ററി ഷെയ്ഡാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടമുള്ള ഷെയ്ഡിൻ്റെ ഒരു മിക്സ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഒരു ലൈറ്റ് പീച്ച് പോലത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ്. അത് നമുക്കൊരു കളർ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരേ സെയിം കളർ അപ്ലൈ ചെയ്യാതെ ലൈറ്റായിട്ട് ഒരു ലെയേഴ്സായിട്ട് കളർ ബിൽഡ് ചെയ്യുന്നതാണ് എപ്പോഴും ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലത്, ഇതുപോലത്തെ ഹെവി ലുക്കിനൊക്കെ. അപ്പോൾ ഞാനൊരു ലൈറ്റ് പീച്ച് കളർ ആദ്യം ഒരു വാഷ് ഓഫ് കളറായിട്ട് മൊത്തം ഐലിഡിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു ലൈറ്റ് കളറാണ്. നമുക്ക് എന്നാൽ മാത്രമേ ഇനിയുള്ള അപ്ലൈ ചെയ്യുന്ന കളേഴ്സ് കുറച്ചും കൂടെ ഒന്ന് എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ആദ്യം നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എടുത്തത്. നെക്സ്റ്റ് ഞാൻ നല്ലൊരു പ്രോപ്പർ പീച്ച് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ ലിഡ്സിന് മേളിലായിട്ട് നമ്മൾ ഐലൈനർ എഴുതുന്ന ആ ഭാഗമില്ലേ, അതിന് കുറച്ചൊരു മേളിലായിട്ട് ആ ഒരു ഭാഗത്തെയാണ് ഫുള്ളായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നത്. ഒത്തിരി മേളിലോട്ട് ഞാൻ ഈ ഷെയ്ഡ് എടുക്കുന്നില്ല, കാരണം ഇത് ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ട്. ഇവിടെ തൊട്ട് നമ്മൾ പതുക്കെ ഷെയ്ഡ്സ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുവാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു പോർഷൻ മാത്രമാണ് നമ്മളൊന്ന് എഴുതി കൊടുക്കുന്നത്, കളറ് കൂട്ടി കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കോട്ടൺ ബോൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ഫോൾ ഓഫ്സ് വരും, നമ്മുടെ ബേസിലൊക്കെ മേക്കപ്പിലൊക്കെ ഇത് വീഴും. അതുകൊണ്ട് ഞാൻ ആ കോട്ടൺ ബോൾ വെച്ചിട്ട് അതൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്, നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. എന്നിട്ട് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ജസ്റ്റ് എക്സാക്ട് മിഡിൽ പോർഷൻ തൊട്ട് ബാക്കി പുറകോട്ടാണ് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സൈഡിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിഡിൽ പോർഷൻ തൊട്ട് മാത്രമാണ് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷെയ്ഡിങ് പോലെ ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ടാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു ചെറിയ കളറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡാർക്കർ ആവുന്ന ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ മിഡിൽ പോർഷൻ തൊട്ട് പുറകോട്ടാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ നമ്മുടെ ഈ ഐ മേക്കപ്പിലെ ഏറ്റവും ഡാർക്ക് ഷെയ്ഡാണ് എടുക്കുന്നത്. ഇതൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ്. ആ ഷെയ്ഡ് ഞാൻ എൻ്റെ ബ്രഷിലേക്ക് എടുത്തതിന് ശേഷം ഞാനിത് എവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കോർണേഴ്സിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്, കാരണം ഇതാണ് നമ്മുടെ ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡ് ഈ ലുക്കിലെ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിക്കോളൂ. ഞാൻ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടില്ലേ, അതിൻ്റെ ആ ഒരു കോർണേഴ്സ് ചേർത്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നത് നോക്കിക്കോളൂ. നമ്മുടെ കണ്ണിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാർക്കസ്റ്റ് ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ ലെയേഴ്സും കൂടി നന്നായിട്ട് ഒരുമിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്കൊരു ഒറ്റ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത ഒരു ബ്ലെൻഡഡ് എഫക്റ്റ് നന്നായിട്ട് കണ്ണിന് തോന്നത്തുള്ളൂ.
അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. ഞാൻ ആ ഒരു സെല്ലോ ടേപ്പിൻ്റെ അരികെ ചേർത്തെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉള്ളിലേക്കും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എല്ലാ കളേഴ്സിൻ്റെ ആ ഷെയ്ഡ്സും ഒരുപോലെ ആക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ഐ മേക്കപ്പ് കാണാനൊരു വൃത്തി ഉണ്ടായിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹാർഷ് ലൈൻസ് പോലെ ഓരോ കളേഴ്സും തോന്നും. അത് തോന്നാതിരിക്കാനായിട്ടാണ് നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരുമിച്ചൊന്ന് ബ്ലെൻഡ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ഏറ്റവും പോപ്പ് ചെയ്യുന്ന കളർ ഏതാണോ അത് നമ്മുടെ കണ്ണിൻ്റെ മിഡിൽ അപ്ലൈ ചെയ്യാൻ. ഇപ്പം എന്താ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, എല്ലാം ശരിയായിട്ട്. ഇനി ഞാൻ നമ്മുടെ ഗോൾഡ് കളർ എടുക്കുകയാണ്. നല്ല ഗ്ലിറ്ററി ഷെയ്ഡാണിത്. ഈ ഗോൾഡ് കളർ ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം നല്ല ഇൻറ്റൻസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൈ വെച്ചിട്ട് നേരെ ആ മിഡിൽ പോർഷൻ, നല്ല കണ്ണിൻ്റെ മിഡിൽ പോർഷനിൽ തന്നെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് നല്ല ഇൻറ്റൻസിറ്റിയിൽ. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഐ മേക്കപ്പിൻ്റെ ഭംഗി ഇരിക്കുന്നത് അതിലാണ്. ബാക്കി എല്ലാം നല്ല ബ്ലെൻഡഡ് ആയിട്ട് ഇരിക്കും. ഈ ഒരു നടുക്ക് നല്ല ഇൻറ്റൻസ് ആയിട്ട് ഒരു ഗ്ലിറ്ററി ഷെയ്ഡും കിട്ടും. സോ അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഐ മേക്കപ്പ്. ഞാൻ നമ്മുടെ സെല്ലോ ടേപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ലുക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് പാർട്ടീസിനോ അതുപോലെ വെഡ്ഡിങ് ഗസ്റ്റ് ആയിട്ട് പോകുമ്പോഴോ അങ്ങനെ എപ്പോൾ വേണമെങ്കിലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണിത്. ബാക്കി ഞാൻ ദേ ഐലൈനർ ആൻഡ് കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഐ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഔട്ട്കം ഇങ്ങനെയാണുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ടാറ്റാ.